ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോപ്പ് PSC. 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ലോകത്തിൻ്റെ നെറുകയിൽ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് കേബിൾ ലംജാവോ എന്നുള്ള തടാകത്തിനെ കുറിച്ചിട്ടാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. മണിപ്പൂർ സംസ്ഥാനത്തുള്ള ലോക്തക് തടാകം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക്തക് തടാകം സിറ്റുവേറ്റ് ചെയ്യുന്നത് മണിപ്പൂർ സംസ്ഥാനത്താണ്. ഓക്കെ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ലോക്തക് തടാകം. ഈ കേബിൾ ലംജാവോ എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ. കേബിൾ ലംജാവോ സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ് എന്ന് ചോദിച്ചാൽ ലോക്തക് തടാകത്തിലാണ്. ഓക്കെ, കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് സംഗായി മാനുകൾ. സംഗായി മാനുകൾ സംരക്ഷിക്കപ്പെടുന്നത് കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിലാണ്. മണിപ്പൂരിൻ്റെ സംസ്ഥാന മൃഗമാണ് സംഗായി മാനുകൾ. ഈ കേബിൾ ലംജാവോ ഓർത്ത് വെക്കാൻ ജാവോ എന്നുള്ള വാക്ക് മാത്രം നമുക്ക് ഓർക്കാം. ജാവോ എന്ന് പറയുമ്പോൾ ജാവോ പോവാം ആ ഒരു അർത്ഥത്തിൽ, അതായത് ഒഴുകിക്കൊണ്ടേ നിൽക്കുകയാണ്, ഒഴുകി പോവാം ആ ഒരു മീനിങ്ങിൽ കണക്കാക്കുകയെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം അടുത്തതായി തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെയാണ് പുംടി എന്ന് പറയുന്നത്. പുംടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്തക് തടാകത്തിലുള്ള പുംടികളെ പിക്ചറാണ് ഞാനിതാ ഇവിടെ കാണിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നീങ്ങിക്കൊണ്ടേയിരിക്കും. മണ്ണൊക്കെ ചേർന്നിട്ടാണ് ഇതുണ്ടാകുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്നിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. എങ്ങനെയാണ് ഈ സർക്കിൾ ഫോം ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ. അത്രയും നേച്ചറിൻ്റെ ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം പുംടീസ് ഓർത്ത് വെച്ചേക്കുക, ലോക്തക് തടാകത്തിലാണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് ലോക്തക് തടാകത്തിലെ പുംടികൾ ചേർന്ന് രൂപം കൊണ്ടിട്ടുള്ള ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ. ലോക്തക് തടാകം റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് 1990 ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 23 1990 ഓഗസ്റ്റ് 23-നാണ് ലോക്തക് തടാകം റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് കടക്കാം. നെക്സ്റ്റ് കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കുമിടയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളുമാണ്. ഓക്കെ, ഇന്ത്യയുടെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു, പിന്നെ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്നു, അങ്ങനെ പല രീതിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മേഖലകളിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മിതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുന്നത്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മേഖലകളിലും അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മിതോഷ്ണ കാലാവസ്ഥ. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലെ കാലാവസ്ഥയാണ് ശൈത്യ കാലാവസ്ഥ. അപ്പോൾ ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിൽ മിതോഷ്ണ കാലാവസ്ഥയും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ശൈത്യ കാലാവസ്ഥയുമാണ് ഉള്ളത്. ഓക്കെ, സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും മഴയ്ക്ക് കാരണമാകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഓർത്ത് വെച്ചേക്കുക, തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഏതാ? ഇതേ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തന്നെയാണ്. അപ്പം സിവാലിക് മലനിരകളുടെ തെക്കൻ ചരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും മഴയ്ക്ക് കാരണമാകുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തന്നെയാണ്. ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, ഉയർന്ന പർവ്വത ഭാഗങ്ങളിലെയും ലഡാക്ക് മേഖലകളിലെയും കാലാവസ്ഥ ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥയാണ്. ധ്രുവ സമാനമായ കാലാവസ്ഥയാണ് ഉയർന്ന പർവ്വത ഭാഗങ്ങളിലുള്ളത്. നമുക്ക് തന്നെ അറിയാം, അല്ലേ? ഈ വയനാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത്, അതായത് ഹൈറ്റിലേക്ക് നമ്മൾ പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഉയർന്ന പർവ്വത ഭാഗങ്ങളിലെയും ലഡാക്ക് മേഖലകളിലെയും കാലാവസ്ഥ എന്ന് പറയുന്നത് ധ്രുവ സമാനമായ, അത്രയും തണുപ്പ് തണുപ്പ് നല്ലോണം കൂടിയ അവസ്ഥയിലാണ്, അതായത് ധ്രുവ സമാനമായിട്ടാണ് ഈ ഉയർന്ന പർവ്വത ഭാഗങ്ങളിലുള്ളത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക.
നെക്സ്റ്റ്, മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ പെയ്യ്ക്കുന്നതിനായി ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് ആസാം ഹിമാലയവും പൂർവാചൽ കുന്നുകളും. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ ആസാം ഹിമാലയം. ആസാം ഹിമാലയമാണ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത്. മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന മഴ പെയ്യ്ക്കുന്നത് ഇതാണ് എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നദീവ്യവസ്ഥയിലേക്ക് കടക്കാം. നദീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും ഒക്കെ. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് അത് ഉരുകിയിട്ടുണ്ടാവുന്ന മഞ്ഞ് ഉരുകിയിട്ടുള്ള വെള്ളവും മഴ പെയ്യുമ്പോൾ മഴയിൽ നിന്നുള്ള വെള്ളവും സ്ഥിരമായി ഉണ്ടാവുന്നതിനാൽ ഈ ഹിമാലയൻ നദികൾ എല്ലാ കാലങ്ങളിലും വെള്ളമുണ്ടായിരിക്കും. ഓക്കെ, ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഹിമാലയൻ നദികൾ നമ്മൾ ബിഗ് എന്നാ പഠിക്കുക അല്ലേ. ബിഗ് എന്ന് പറയുമ്പോൾ BIG, ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ, ആ ഒരു രീതിക്കാണ് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 3 നദികൾ ഓർക്കുക: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതുകൂടാതെ എന്തുകൂടിയുണ്ട്? അവയുടെ പോഷക നദികളും കൂടി ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ്, വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹമാണ് സിന്ധുവും പോഷക നദികളും. ഓക്കെ, സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ബൊക്കാർച്ചു ഹിമാനിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബൊക്കാർച്ചു ഹിമാനി, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇനി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയെ കുറിച്ചൊക്കെ കുറച്ച് ഫാക്ട്സ് നമുക്ക് പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടും PSC പോയിന്റ് ഓഫ് വ്യൂവിൽ സിന്ധു നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 2880 കിലോമീറ്റർ ആണ്. 2880 കിലോമീറ്ററാണ് സിന്ധു നദിയുടെ ആകെ നീളം. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് സിന്ധു പ്രധാനമായും ഒഴുകുന്നത്. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും. ഓക്കെ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് അല്ലേ. അപ്പോൾ അത് ഒഴുകി പടിഞ്ഞാറോട്ട് പാകിസ്ഥാനിലേക്കാണ് കടക്കുന്നത്. ഭൂരിഭാഗം പ്രദേശവും പാകിസ്ഥാനിലൂടെ ആണ് ഒഴുകുന്നത്. ഓക്കെ, സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചില്ലാർ ആണ്. ഇത് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചില്ലാർ, നംഗ പർവ്വതത്തിന് സമീപമുള്ള ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ലഡാക്ക് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പ്രദേശമാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 5 ഓർത്ത് വെച്ചേക്കണം: ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇതിൽ പെടാത്തത്, പെടുന്നത് എന്നുള്ള രീതിക്കൊക്കെ നമ്മളോട് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ സിന്ധു കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റേഴ്സ് ആണ്. ഇത് 25 എന്നുള്ള രീതിക്ക് അവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം ഗംഗ എന്ന് പറയുമ്പോൾ അതിൽ ഗ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 25 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ്, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുന എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയാണ്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ്, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി അതാണ് സുബൻസിരി. ഇത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചത് ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ പേര് കൊണ്ട് ലെങ്ത് കൂടിയത് തന്നെയാണ് റിയലി നീളം കൂടിയ നദിയും എന്നുള്ള രീതിക്കാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദി എന്നും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. സുലോമന ടീസ്റ്റ എന്നോർത്താൽ മതി. കാരണം ഈ സു എന്ന് പറയുമ്പം സുബാൻസിരി, ലോഹിത്, അതേപോലെ മന എന്ന് പറയുമ്പോൾ മനാസ് നദി, പിന്നെ അതേപോലെ ലാസ്റ്റ് ടീസ്റ്റ എന്ന് പറയുമ്പോൾ ടീസ്റ്റ നദി തന്നെ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള നദിയാണ് ടീസ്റ്റ അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം ടീസ്റ്റ, സുബാൻസിരി, ലോഹിത്, മനാസ് എന്നിവയാണ് ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. അപ്പം പേരുകൊണ്ട് ലെങ്ത് കൂടുതൽ ആർക്കാണ്? സുബാൻസിരിക്കാണ്. അപ്പം അത് തന്നെയാണ് ഈ ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി എന്നുള്ളത് കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. അതുകൂടി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് ബ്രഹ്മപുത്ര. ഓക്കെ,
ബ്രഹ്മപുത്രയുടെ ആകെ നീളം എന്ന് പറയുന്നത് 2900 കിലോമീറ്റേഴ്സ് ആണ്. 2900 കിലോമീറ്റേഴ്സ് ആണ് ബ്രഹ്മപുത്രയുടെ ആകെ നീളം. ഇനി ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാന്ന് നോക്കാം. ഗംഗയും അതിൻ്റെ പോഷക നദികളുമാണ് കേട്ടോ. ഗംഗയും അതിൻ്റെ പോഷക നദികളുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട നദികൾ. ഗംഗയുടെ പോഷക നദികളാണ് യമുന, ഗാഗ്ര, കോസി, ഗണ്ഡക് എന്നിവ. ഗംഗയുടെ പോഷക നദികളാണ് ഏതൊക്കെ? യമുന, ഗാഗ്ര, കോസി, ഗണ്ഡക്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ പോഷക നദികളും നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഓക്കെ. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. 5 എണ്ണം. ഓക്കെ. ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാ? സുലോമന, ടീസ്റ്റ അല്ലെ, സുബൻസിരി, ലോഹിത്, മനാസ്, ടീസ്റ്റ. ഒന്നുകൂടി ഉണ്ട്, ഈ ഒരു ദിബാങ് എന്ന് പറയുന്ന ഒരു പോഷക നദി കൂടി ഉണ്ട്, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ പഠിച്ചത് ഗംഗയുടെ പോഷക നദികളാണ് യമുന, ഗാഗ്ര, കോസി, ഗണ്ഡക്. ഓക്കെ. ഇത്രയും കഴിഞ്ഞാൽ പോഷക നദികൾ പഠിച്ചു. നെക്സ്റ്റ് കിഴക്കൻ ഹിമാലയത്തിലെ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്ന നദികളാണ് ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും. അപ്പം ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിൽ ഗംഗയാണെങ്കിൽ കിഴക്കൻ ഹിമാലയത്തിൽ ബ്രഹ്മപുത്രയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ദിബാങ്, ലോഹിത്, മനാസ് എന്നിവ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. ഇനി ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ചമയുങ് ദുങ് ഹിമാനിയാണ്. സിന്ധുവിൻ്റെതാണെങ്കിൽ ബൊക്കാർച്ചു ഹിമാനിയാണ്. ബ്രഹ്മപുത്രയുടേതാണെങ്കിൽ ചെമ്മയുങ് ദുങ് ഹിമാനിയാണ്. ഓർത്ത് വെച്ചേക്കുക. രണ്ടും മാനസ സരോവർ തടാകത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഹിമാലയൻ നദികൾ എല്ലാ കാലാവസ്ഥയിലും ജലസമൃദ്ധമായിരിക്കും. ഇത് നമ്മൾ മുന്നേ പഠിച്ച ഫാക്റ്റാണ്. കാരണം ഹിമാലയൻ നദികളിൽ കൂടുതൽ ജലം എല്ലാ കാലത്തും ഉണ്ടായിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞുരുകിയിട്ടുള്ള വെള്ളം ഉണ്ടാവും, മഴയിൽ നിന്നുള്ള വെള്ളം ഉണ്ടാവും. ഓക്കെ. എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ ജലസമൃദ്ധമായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് വെള്ളച്ചാട്ടം എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതൊക്കെ നോക്കാം. നദീജലം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നതിനെയാണ് വെള്ളച്ചാട്ടം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. നദികൾ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നു. നദീജലം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്നു നമ്മൾ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ടാവും അല്ലേ. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദനത്തിന് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്നതാണ് വെള്ളച്ചാട്ടം. അപ്പം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരു ഭൂരൂപമാണ്. ഇത് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? വെള്ളം കൂടുതൽ ശക്തിയിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കഠിനവും മൃദുലവുമായ ശിലകളിൽ തട്ടും. അങ്ങനെ ആ ഇടകലർന്നുള്ള ശിലകളിൽ തട്ടുന്ന സമയത്ത് മൃദുവായിട്ടുള്ള ശിലകൾ അപരദനത്തിന് വിധേയമാവുകയും വെള്ളച്ചാട്ടം ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. നദീമാർഗത്തിൽ വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. ഈ നദിക്ക് തന്നെ ഉപരിഘട്ടം, കീഴ്ഘട്ടം, ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നിങ്ങനെ 3 സ്റ്റേജസ് ഉണ്ട്. ആ ഘട്ടങ്ങളിൽ ഫസ്റ്റത്തെ ഉപരിഘട്ടത്തിൽ നദി ഉത്ഭവിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫോമേഷൻ നടക്കുന്നത്. ഓക്കെ. നദീമാർഗത്തിൽ വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്ന ഘട്ടമാണ് ഉപരിഘട്ടം. ഓക്കെ. ഇനി നദീതടത്തിലെ അടിത്തട്ടിൽ അപരദനം മൂലം ആഴം വർദ്ധിക്കുന്നതിനാൽ രൂപം കൊള്ളുന്ന വി അക്ഷരത്തോട്ട് സാദൃശ്യമുള്ള ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകളാണ് വിരൂപ താഴ്വരകൾ. ഓർത്ത് വെച്ചേക്കുക. വിരൂപ താഴ്വരകൾ ഫോം ചെയ്യുന്നത് നദികൾ വഴിയാണ്. എന്നാൽ യുരൂപ താഴ്വരകൾ ഫോം ചെയ്യുന്നത് ഹിമാനി വഴിയാണ്. ഓർത്ത് വെച്ചേക്കണം. എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക? ഹിമാനി എന്നെഴുതുന്ന സമയത്ത് ഹ എന്നെഴുതുമ്പോൾ ഒരു യു തിരിച്ചിട്ട ഷേപ്പാണല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഹിമാനികൾ കാരണം യുരൂപ താഴ്വരകളും നദികൾ കാരണം വിരൂപ താഴ്വരകളുമാണ് ഫോം ചെയ്യുന്നത്. മാറിപ്പോവരുതേ ഫ്രണ്ട്സ്. ഓക്കെ. നെക്സ്റ്റ് അടുത്തതായി വളരെ ആഴമുള്ളതും ചെങ്കുത്തോ ലംബമോ ആയ വശങ്ങളോട് കൂടിയതുമായ താഴ്വരയാണ് ഗിരികന്ധരങ്ങൾ. ഗിരികന്ധരങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്ത്യയിലെ നദി PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സിന്ധു നദിയാണ് കേട്ടോ. അടുത്തതായി കുത്തനെ പടവുകൾ പോലുള്ള വശങ്ങളോട് കൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമുള്ളതുമായ താഴ്വരകളാണ് ബൃഹത് ഗിരികന്ധരങ്ങൾ. അതിനെയാണ് കാനിയോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗിരികന്ധരങ്ങളെ ഗോർജസ് എന്നും ബൃഹത് ഗിരികന്ധരങ്ങളെ കാനിയോൺ എന്നും വിളിക്കുന്നു എന്നോർത്ത് വെച്ചേക്കാം. ഇനി
ഇന്ത്യയിലെ മണ്ണിനങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഉത്തരപർവ്വത മേഖലയിൽ ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് പർവ്വത മണ്ണ്, വനമണ്ണ് എന്നിവ. പർവ്വതങ്ങളിൽ പർവ്വത മണ്ണ് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ വനമണ്ണ്, അവിടെ വനങ്ങളൊക്കെ കൂടുതലുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം പർവ്വത മണ്ണ് അല്ലെങ്കിൽ വനമണ്ണ് ആണ് ഹിമാലയ പർവ്വത പ്രദേശത്ത് കൂടുതലായും കാണപ്പെടുന്നത്. ഓക്കെ, ഹിമാലയ പർവ്വതത്തിന്റെ ഉയർന്ന ചരിവുകൾ കാണപ്പെടുന്നത് വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണാണ്. ഓർത്ത് വെച്ചേക്കണം, ജൈവാംശം കുറഞ്ഞ മണ്ണാണ് ഹിമാലയത്തിന്റെ ഉയർന്ന ചരിവുകളിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വാരങ്ങൾ കാണപ്പെടുന്നതാണെങ്കിൽ നേർത്ത തരികളോട് കൂടിയ ജൈവാംശമുള്ള മണ്ണാണ്. അപ്പം ജൈവാംശമുള്ളത് താഴ്വരയിലും ജൈവാംശം കുറഞ്ഞത് മുകളിലുമാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. അപ്പൊ താഴ്വാര പ്രദേശത്ത് എക്കൽ മണ്ണുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് കരേവ മണ്ണാണ്. ഇത് ഒരുപാട് വട്ടം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ ഇത് ചോദിക്കാന്ന് വെച്ചാൽ കുങ്കുമ കൃഷി റിലേറ്റഡ് ആണ്. ഓക്കെ, കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവാസ് എന്നൊക്കെ പറയും. കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. ആ കരേവാസിൽ കുങ്കുമപ്പൂവിന്റെ കൃഷിയാണ് കൂടുതലായും ചെയ്യാതെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതാണ്. ഓക്കെ, നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. ഓർത്ത് വെച്ചേക്കാം, നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ആണ് ഇത്. ഓക്കെ, ഇനി സസ്യജന്തുജാലങ്ങൾ. ഹിമാലയൻ പ്രദേശത്തുള്ള സസ്യജന്തുജാലങ്ങൾ. ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളുടെ പ്രാദേശിക വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകം അവിടുത്തെ പ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രകൃതി, പിന്നെ മണ്ണിനം, കാലാവസ്ഥ എന്നിവയാണ്. എന്തൊക്കെയാ? ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ എന്നിവയാണ് സസ്യജാലങ്ങളുടെ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് കാരണം. ഓക്കെ, കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഇത് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഓക്കെ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലെ ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് 200 സെന്റിമീറ്ററിന് മുകളിലായിരിക്കും. ഓക്കെ, ലോകത്തിൽ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്നു, 200 സെന്റിമീറ്റർ മുകളിൽ മഴ ലഭിക്കുന്നു. ഇത്രയും ഓർത്ത് വെച്ചേക്കാം. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യങ്ങളായ തുന്ദ്ര വരെ ഹിമാലയ പ്രദേശത്തിൽ കാണപ്പെടുന്നുണ്ട്. അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളുമാണ് താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലുമൊക്കെ കാണപ്പെടുന്നത്. പ്രധാനമായും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിൽ അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, ആർദ്ര മിതോഷ്ണ വനങ്ങളുടെ ഉയരം എന്ന് പറയുന്നത് 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. ഓർത്ത് വെച്ചേക്ക, ആർദ്ര മിതോഷ്ണ വനങ്ങളുടെ ഉയരം 1000 മുതൽ 2000 മീറ്റർ വരെ. പൈൻ, ദേവദാരു പോലുള്ള സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ് ഹിമാലയ പർവ്വത ചരിവുകൾ വളരുന്ന വൃക്ഷങ്ങൾ. അപ്പൊ ഹിമാലയ പർവ്വത ചരിവുകൾ സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ് കാണപ്പെടുന്നത്. പൈൻ, ദേവദാരു പോലുള്ള സസ്യങ്ങൾ അവിടുത്തെ ഒക്കെ കാലാവസ്ഥയുമായിട്ട് മാക്സിമം സെറ്റായി പോകുന്ന മരങ്ങളാണ് ഇവ, പൈൻ, ദേവദാരു പോലുള്ളത്. ഓക്കെ, പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് സസ്യങ്ങളുടെ ഉയരം കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഹിമാലയ പർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവ. ഇതൊന്നും മുന്നേയുള്ള ടെക്സ്റ്റിൽ ഇല്ലായിരുന്നു. ഇപ്പൊ റിവൈസ്ഡ് SCERTയിൽ വന്ന ഫാക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങളുടെ പേര് ഓർത്ത് വെച്ചേക്കാം. ഹിമാലയ പർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ സസ്യങ്ങളാണ് ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവ. ഓക്കെ, നെക്സ്റ്റ് ഹിമാലയത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ കാണപ്പെടുന്ന പുൽമേടുകളാണ് ആൽപൈൻ പുൽമേടുകൾ. ഓർത്ത് വെച്ചേക്കാം, ഹിമാലയത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ കാണപ്പെടുന്ന പുൽമേടുകളാണ്. ഇനി ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില എന്നിവ മൂലം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി കുറവാണ്. പർവ്വത പ്രദേശങ്ങൾ പൊതുവെ കൃഷി കുറവാണ്. അതിന് കാരണം ഹൈറ്റ് ഉള്ളതാണ്. പിന്നെ ചെങ്കുത്തായ ചരിവിലൊന്നും കൃഷി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അതൊക്കെയാണ്. ഓക്കെ, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില എന്നിവ മൂലമാണ് അവിടെ കൃഷിയൊന്നും അങ്ങനെ ചെയ്യാത്തത്. ഓക്കെ,
ഇനി പർവ്വത ചരിവുകളെ തട്ടുകളായി തിരിച്ചാണ് അനുയോജ്യമായ വിളകളൊക്കെ കൃഷി ചെയ്തു വരുന്നത്. മഴക്കാലത്ത് ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്ന വിളകൾ നെല്ല്, ഉരുളക്കിഴങ്ങ്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ്. വസന്തകാലത്ത് ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ കൃഷി ചെയ്യുന്ന വിളകൾ ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവയാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചരിവുകളിലും താഴ്വാരകളിലും ആണ് തേയില കൃഷി കൂടുതലായും ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു കിഴക്കൻ ഹിമാലയത്തിന്റെ അത് പഠിക്കുമ്പോൾ തന്നെ പഠിച്ചതാണ് തേയില കൃഷി. അവിടെയുള്ള ഡാർജിലിംഗ് തേയില ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേയിലയാണ് എന്നൊക്കെ. പിന്നെ GI ടാഗ് ലഭിച്ച ഫസ്റ്റത്തെ ഇന്ത്യയിലെ കാർഷികോൽപ്പന്നമാണ് എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഓർത്ത് വെച്ചേക്കാം, കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചരിവുകളിലും താഴ്വരകളിലും ആണ് തേയില കൃഷി കൂടുതലായും ഉള്ളത്. ഓക്കെ, ആസാം, ഡാർജിലിംഗ് മേഖലകളിലാണ് തേയില കൃഷി എന്നുകൂടി കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിലെ ഗോത്രജനത പിന്തുടരുന്ന പരമ്പരാഗത കൃഷി രീതിയാണ് സ്ഥാനമാറ്റ കൃഷി. ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഓർത്ത് വെച്ചേക്കണം. ഈ വടക്ക് കിഴക്കൻ ഇന്ത്യയിലുള്ള കുന്നുകളിൽ ഗോത്രജനത, അവിടുത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രജനത പിന്തുടരുന്ന കൃഷി രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ സ്ഥാനമാറ്റ കൃഷി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ ജീവജാലങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാം. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയവയാണ് ഹിമാലയ പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്ന സ്വാഭാവിക ജീവിവർഗങ്ങൾ. ഏതൊക്കെയാ? യാക്ക്, പിന്നെ കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. ഈ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിന് പ്രശസ്തമായ ആസാമിലെ നാഷണൽ പാർക്കാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ഈ കാസിരംഗ നാഷണൽ പാർക്ക് ഗവൺമെൻറ് എക്സാംസിനൊക്കെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ വളരുന്നത്. ഓക്കെ, ഇനി ഹിമപ്പുലി, ഈ 4 ജീവിവർഗങ്ങൾ ഓർത്ത് വെച്ചേക്കുക. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയവയാണ് ഹിമാലയ പർവ്വത പ്രദേശത്ത് കാണപ്പെടുന്ന സ്വാഭാവിക ജീവിവർഗങ്ങൾ. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ നോക്കാം. 3 തരത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ളത്. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ. എന്തൊക്കെയാ? ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ 3 രീതിയിലാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ ഇന്ത്യയിലുള്ളത്. ഓക്കെ, പടിഞ്ഞാറൻ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഡച്ചിങ്ങാം ജമ്മു കാശ്മീരിലാണ്. അതേപോലെ ഹെമിസ് ദേശീയോദ്യാനം, ഹെമിസ് ലഡാക്കിലാണ്. പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡിലാണ്. കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. അതേപോലെ രാജാജി ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ഡച്ചിങ്ങാം, ഹെമിസ്, പിന്നെ പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം ഓർത്ത് വെച്ചേക്കാം. ഇതിൽ 3 എണ്ണം, പൂക്കളുടെ താഴ്വരയും കോർബറ്റും രാജാജി ദേശീയോദ്യാനവും ഉത്തരാഖണ്ഡിലാണ്. ഹെമിസ് ലഡാക്കിലാണ്. അതേപോലെ ഡച്ചിങ്ങാം ജമ്മു കാശ്മീരിലാണ്. ഇത് 5 എണ്ണവുമാണ് നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ. ഓക്കെ, ഇനി കിഴക്കൻ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, കാഞ്ചൻജംഗ, ദിബ്രു സൈഖോവ, കാസിരംഗ, മാനസ്, കേബിൾ ലംജാവോ. ഈ 5 എണ്ണമാണ് കിഴക്കൻ ഹിമാലയത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ കേബിൾ ലംജാവോ നമ്മൾ മുന്നേ പഠിച്ചതാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഓർക്കുന്നവർ കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം കാഞ്ചൻജംഗ സിക്കിമിലാണ്. പിന്നെ ദിബ്രു സൈഖോവ, കാസിരംഗ, മാനസ് 3ഉം ആസാമിലാണ്. അതേപോലെ കേബിൾ ലംജാവോ മണിപ്പൂരിലാണ്. ഇതാണ് കിഴക്കൻ ഹിമാലയത്തിലുള്ള പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഹിമാലയൻ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം നോക്കാം. ഓക്കെ, മൃഗപരിപാലനമാണ് അവരുടെ ജീവിതമാർഗം. ഓർത്ത് വെച്ചേക്കുക. ഈ ചെമ്മരിയാടുകളൊക്കെ വളർത്തുക, അങ്ങനത്തെ കുറേ പരിപാടികളാണ് അവിടെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. അതായത് മൃഗപരിപാലനം ആണ് ഈ ഹിമാലയൻ പ്രദേശത്തുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം. ഓക്കെ, ഹിമാലയൻ താഴ്വരകൾ വളർത്തുന്നത് ആട്, പശു തുടങ്ങിയ മൃഗങ്ങളെയാണ്. ഓക്കെ, ഹിമാലയൻ താഴ്വരകൾ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളെയാണ് വളർത്തുന്നത്. ചെമ്മരിയാട്, കുതിര തുടങ്ങിയ മൃഗങ്ങളെയാണ് ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ വളർത്തുന്നത്. അതും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ,
ഹിമാചൽ ലഡാക്ക് ഭാഗങ്ങളിൽ വളർത്തുന്ന തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള മൃഗമാണ് നമ്മൾ നേരത്തെ പഠിച്ച യാക്ക് എന്ന് പറയുന്നത് ഹിമാചലിലും ലഡാക്ക് എന്നീ ഭാഗങ്ങളിലൊക്കെ വളർത്തുന്ന തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള മൃഗമാണ്. ഓർത്ത് വെച്ചേക്കുക, യാക്ക്. ഓക്കെ. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തിലുള്ള പർവ്വത പുൽമേടുകളിൽ കാണപ്പെടുന്ന ഇടയ ജനവിഭാഗത്തിന്റെ പേരാണ് ഗുജ്ജർ. നമ്മളോട് PSC ചോദിക്കാറുള്ളതാണ് ജനവിഭാഗങ്ങളുടെ പേര്, അതായത് ഗോത്ര ജനതയുടെ പേര്, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനതയുടെ പേര്, ആ രീതിക്കൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക, പടിഞ്ഞാറൻ ഹിമാലയത്തിലുള്ള പർവ്വത പുൽമേടുകളിലാണ് ഗുജ്ജർ എന്ന് പറയുന്ന ജനവിഭാഗം. അവര് ഇടയ ജനവിഭാഗമാണ് എന്നുള്ളതും ഓർത്ത് വെച്ചേക്കുക. ഈ മൃഗപരിപാലനം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈ ടെൻസിങ് നോർഗെ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ് നമുക്ക് നോക്കാനുള്ളത്. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ്. നമുക്കറിയാം അവരെ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു മഹത്വം അല്ലെ. ആരാണ് ഫസ്റ്റ് കാല് കുത്തിയതെന്ന് പറയാത്ത ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് എഡ്മണ്ട് ഹിലാരി. ഓർത്ത് വെച്ചേക്കാം. ടെൻസിങ് നോർഗെ, എഡ്മണ്ട് ഹിലാരി എന്നിവരാണ് 2 പേര് കൂടിയാണ് പോയത്. അതായത് ഒരാളായിരിക്കും അതിൽ ഫസ്റ്റ് എത്തിയിട്ടുണ്ടാവുക, പക്ഷെ ആരാണ് ഫസ്റ്റ് എത്തിയെന്നുള്ളത് അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുള്ള ആ 2 ഫ്രണ്ട്സ് ആരൊക്കെയാ? ടെൻസിങ് നോർഗെ, എഡ്മണ്ട് ഹിലാരി എന്നിവരാണ്. അതിലെ ടെൻസിങ് നോർഗെയാണ് ഈ കോട്ടിങ്സ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ്. ന്യൂ SCERTയിലുള്ള കോട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി ഹിമാലയ പർവ്വത മേഖലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ഒരു ടെൻസിങ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും ഒരുമിച്ച് ഈ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് 1953 മെയ് 29 നമ്മൾ പഠിച്ചു. ഈ മെയ് 29 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പർവ്വത ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. അന്താരാഷ്ട്ര പർവ്വത ദിനം മെയ് 29 കാരണം ടെൻസിങ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും കൂടി 1953 മെയ് 29 ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത്. ഓക്കെ. ഇനി ഹിമാലയ പർവ്വത മേഖലയിലുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കടക്കാം. ഏതൊക്കെയാണ്? കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ്. അപ്പം കൈലാസം, അമർനാഥ്, മാനസ സരോവരം, ഹേമകുണ്ട് സാഹിബ് എന്നിവ ഹിമാലയ പർവ്വത മേഖലയിലുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഓക്കെ. ഈ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട സാഹസിക വിനോദങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. പർവ്വതാരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ്. എന്തൊക്കെയാ? പർവ്വതാരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ് തുടങ്ങിയവയാണ് ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സാഹസിക വിനോദങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അത് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും കൂടി പഠിച്ചു വെച്ചേക്കാം. ഷിംല, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റി കൂടിയാണ് ഈ ഷിംല എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ഹിമാലയ പർവ്വത പ്രദേശത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഷിംല. ഷിംല, ഹിമാചൽ പ്രദേശ്. ഇനി ഡാർജിലിംഗ്, പശ്ചിമ ബംഗാൾ. ഷില്ലോങ്, മേഘാലയ സംസ്ഥാനത്താണ്. അതിന്റെ ക്യാപിറ്റൽ സിറ്റി കൂടിയാണ്. ഓർത്ത് വെച്ചേക്കാം. ഇനി അൽമോറ, ഉത്തരാഖണ്ഡ്. റാണിക്കെട്ട്, ഉത്തരാഖണ്ഡ്. മുസോറി, ഉത്തരാഖണ്ഡ്. നൈനിറ്റാൾ, ഉത്തരാഖണ്ഡ്. അപ്പം ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ഹിമാചൽ പ്രദേശിലാണ് ഷിംല, അതേപോലെ പശ്ചിമ ബംഗാളിൽ ഡാർജിലിംഗ്, മേഘാലയയിൽ ഷില്ലോങ്, അതേപോലെ ഉത്തരാഖണ്ഡിൽ 4 എണ്ണം ഉണ്ട്: അൽമോറ, റാണിക്കെട്ട്, മുസോറി, നൈനിറ്റാൾ. ഇത്രയുമാണ് ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഓക്കെ. ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തത് ബ്രിട്ടീഷുകാരാണ് എന്നുള്ളത് കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മളിപ്പോൾ കവർ ചെയ്ത ഈ ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്റർ സാമൂഹ്യശാസ്ത്രം സെക്കൻഡിലെ 9-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആണ്. ഇതേപോലെ നമുക്ക് ഒരുവിധം പുതിയ SCERTയിലെ മാക്സിമം ചാപ്റ്റേഴ്സ് അടുത്ത മെയിൻസ് എക്സാമിൻ്റെ മുന്നേ തന്നെ കവർ ചെയ്യാം. അപ്പം നിങ്ങളെ PSC പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്യാനും പിന്നെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, താങ്ക്